ഈ SSLC എക്സാമിനേഷനെ നേരിടാൻ ഒരുങ്ങുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. അതുപോലെ ഇപ്പം നിങ്ങൾ സ്കൂളിൽ ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോൾ ടീച്ചേഴ്സൊക്കെ വന്ന് ചെറുതായിട്ടൊക്കെ പേടിപ്പിക്കുന്നുണ്ട്, അറിയാം. പാരൻസ് ആണെങ്കിലും സ്ഥിരമായിട്ട് നിങ്ങളോട് ഇങ്ങനെ പ്രഷർ ചെയ്യുന്നുണ്ട്, പഠിച്ചോ SLC ആണ് ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട്. ട്യൂഷനൊക്കെ പോകുന്നവർ അവിടുന്ന് ഒരുപാട് പ്രഷർ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്, പഠിക്കണം കേട്ടോ, നിർബന്ധമാണ്, അതാണ് A++ മേടിക്കണം എന്നൊക്കെ പറയുന്നത്. അതുപോലെ പുതിയ സിസ്റ്റംസ് ഒക്കെ വന്നിട്ടുണ്ട്, പാസ്സാവാൻ തന്നെ ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ പേടിക്കണം, വേണ്ടെന്ന് ഒരിക്കലും പറയില്ല നമ്മൾ. അപ്പോൾ വീഡിയോയിലേക്ക് കോണ്ടന്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നെങ്കിൽ മസ്റ്റായിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാം. ആഫ്റ്റർ ദ വീഡിയോ നിങ്ങൾ വീഡിയോ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണം. ഓക്കെ, അപ്പോൾ എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പം നമുക്കറിയാം ജൂൺ മാസമാണ്, സ്കൂൾ തുടങ്ങിയിട്ട് ഇങ്ങനെ പോകുന്നുള്ളൂ, ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ. നമുക്കിങ്ങനെ എന്താ ഫീൽ എന്നറിയോ, ഒരു സ്വപ്ന ലോകത്ത് എത്തിയാൽ മതി. SLC ആണല്ലേ, മാത്സ് നല്ല രസമുണ്ട്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഹായ് കൊള്ളാം, ബയോളജി അടിപൊളി, സെൻസേഷൻ അടിപൊളിയാണ്, ഓക്കെ കൊള്ളാം, സോഷ്യൽ സയൻസ് റെവല്യൂഷൻ ഒക്കെ വന്നിട്ടുണ്ട്, പിന്നെ സീസൺസ് ആൻഡ് ടൈം കൊള്ളാം, ഓക്കെ അടിപൊളിയാണ്, കെമിസ്ട്രി കൊള്ളാം രസമുണ്ട്, ഓക്കെ. ഇങ്ങനെ പറയാം, നമ്മളൊരു വേറെ ഏത് മായലോകത്തിരിക്കുക. അന്നന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഇപ്പോൾ ഉണ്ടാവും. കുറച്ച് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇനിയിപ്പോൾ വേണ്ട, നാളെ ആവട്ടെ, എന്തായാലും നാളെ ടീച്ചർ ലീവാന്ന് പറഞ്ഞാൽ നാളെ വേണ്ട, മറ്റന്നാളാവട്ടെ, എക്സാം ശനിയാഴ്ചയല്ലേ പറഞ്ഞത്, ഇന്നിപ്പോൾ തിങ്കളാഴ്ചയല്ലേ ഉള്ളൂ, അതുകൊണ്ട് നമുക്ക് വെള്ളിയാഴ്ച പഠിക്കാം, അല്ലെങ്കിൽ വ്യാഴാഴ്ച പഠിക്കും, നാളെ പഠിച്ചു തുടങ്ങാം. ഇങ്ങനത്തെ ഒരു സ്വഭാവം നമുക്കുണ്ട്. കുറച്ച് ഉഴപ്പ് വരും, തുടക്കത്തിലെ ആവേശം പിന്നെ മുന്നോട്ട് നമുക്ക് ഉണ്ടാവില്ല. സത്യമല്ലേ ഞാൻ ഈ പറഞ്ഞത്, സത്യമാണോ അല്ലയോ? ആണ്. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നമുക്ക് ആദ്യം നല്ലൊരു ആവേശം ഉണ്ടാവും, പിന്നെ ആവേശം ഇങ്ങനെ ചോരും. പ്രത്യേകിച്ച് പുതിയ ബുക്കിലൊക്കെ എഴുതാൻ നല്ല താല്പര്യം ഉണ്ടാവും. ഫസ്റ്റ് ആദ്യത്തെ നോട്ട്ബുക്ക് എടുത്ത് അതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ എഴുതി തുടങ്ങുമ്പോൾ ഹായ് കൊള്ളാം അടിപൊളി, നല്ല ഹാൻഡ് റൈറ്റിങ്ങിലൊക്കെ എഴുതണം, മാർജിനൊക്കെ വരയ്ക്കുന്നു, വേറെ കളറുകൊണ്ട് എഴുതുന്നു, നീല കളർ, പച്ച കളർ, ചുവപ്പ് കളർ, കറുപ്പുള്ള എല്ലാം കൂട്ടി വലിയ നമ്മൾ എഴുതിയിട്ട് അടിപൊളി നോട്ട്സ് ഒക്കെ ഉണ്ടാക്കും. അത് കഴിയുമ്പോൾ 2 ദിവസം ക്ലാസ്സൊക്കെ എങ്ങാനും മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ടാലേ ഒരു മടി നമുക്ക് വരുന്നുണ്ട്, ഒരു ഉഴപ്പിനെസ്. അങ്ങനെ പറയും, ഉഴപ്പിനെസ് എന്ന് പറഞ്ഞൂടെ, ഉഴപ്പ്. ഓക്കെ, ഒരു ആലസ്യം വരും. അതിൽ നിന്ന് വല്ലാതെ അങ്ങ് കൂടിക്കഴിഞ്ഞാൽ, അത് കൂടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മോചിതരായിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. എപ്പോഴെന്ന് ചോദിച്ചാൽ എക്സാമിൻ്റെ സമയത്ത്. ഓണം എക്സാമിന് നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും, കാരണം ആ തുടക്കത്തിൽ ആവേശം ഓണം വരെ നമ്മുടെ മുമ്പിലുണ്ടാവും. അതിൻ്റെ ശേഷം നമുക്ക് സംഭവിക്കാവുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ സ്കൂളിലൊക്കെ കുറച്ച് ഫെസ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പം അതിലേക്കൊക്കെ കുറച്ച് ഫോക്കസ്ഡ് ആയിട്ട് പിന്നെ കുറച്ച് ഉഴപ്പാനുള്ള മൈൻഡ് സെറ്റൊക്കെ വന്ന് പതിയെ നമ്മൾ പിറകോട്ട് ഇങ്ങനെ പോകും. അതോടുകൂടെ മടിയൻ മല ചുമക്കും എന്ന് പറഞ്ഞ പോലെ നമുക്ക് പഠിക്കാനുള്ളതും ചെയ്യാനുള്ളതുമായുള്ള വർക്കുകളുടെ അളവ് കൂടി വരും, പ്രഷറാവും, ടെൻഷനാവും. പിന്നെ നമുക്ക് ക്രിസ്മസ് എക്സാമിൻ്റെ മാർക്ക് കുറയുന്നൊരവസ്ഥ വരും. പിന്നെ നമുക്ക് SLC എക്സാമിനേഷൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, മൊത്തമായിട്ട് ടെൻഷൻ കയറിയിട്ട് എല്ലാം കൂടെ വട്ടായിപ്പോയി അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോകും. അതുണ്ടാവാൻ പാടില്ല എൻ്റെ മക്കൾക്ക്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ തുടക്കത്തിലെ ആവേശം കെടാതെ സൂക്ഷിക്കണം, മുന്നോട്ട് പോകണം. അപ്പോൾ സ്ഥിരമായിട്ട് നമുക്കൊരു റിവിഷൻ ക്ലാസ്സുകൾ വേണം, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഉറപ്പിക്കണം. അപ്പോൾ നമ്മളൊരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അത് എളുപ്പത്തിൽ പഠിക്കാൻ വേണ്ടി റിവിഷൻ ക്ലാസ്സിൽ കാണണം. അതേമാതിരി എളുപ്പത്തിൽ എന്തെങ്കിലും സംശയങ്ങളിൽ നോക്കാൻ വേണ്ടി എന്തെങ്കിലും സംഭവം വേണം. അതുപോലെ ഡൗട്ട്സ് ചോദിക്കാൻ നല്ല ടീച്ചേഴ്സ് വേണം, ഒക്കെ വേണം. അതേപോലെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് നോട്ട് മേക്കിംഗ്, നോട്ട്സ് ഒക്കെ ഉണ്ടാക്കണം. ടീച്ചേഴ്സിൻ്റെ എക്സ്പേർട്സിൻ്റെ സഹായത്തോടു കൂടി നോട്ടുകൾ ഉണ്ടാക്കണം, സംശയങ്ങൾ ചോദിക്കണം. ഇങ്ങനെ ഒരു റെഗുലർ റൂട്ടീൻ നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ സ്ഥിരമായിട്ട് നമുക്കൊരു 1 hour 1.5 hours അല്ലെങ്കിൽ 2 hours ഒക്കെ നമുക്ക് എന്താണോ സ്കൂളിൽ എടുത്ത കാര്യങ്ങൾ അതിങ്ങനെ റിവിഷൻ ചെയ്യാനും 1-2 മണിക്കൂർ നമ്മളുടേതായ കാര്യങ്ങൾ പഠിക്കാനും സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫുൾ A+ അല്ല അതിൻ്റെ അപ്പുറത്തേക്കുള്ള എന്ത് മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും, അത് ഉറപ്പാണ്. നമ്മളതിന് പയ്യെ പനയും തിന്നാന്ന് പറയും, ശരിയല്ലേ? പനയെ തിന്ന് പിടിച്ച് തിന്നാന്നല്ല ഉദ്ദേശിച്ചത്. പയ്യെ പോയി കഴിഞ്ഞാൽ ഏത് വലിയ എക്സാമിനെ നമുക്ക് കീഴടക്കാം എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊരു ഡെയിലി പ്ലാൻ ഉണ്ടാക്കണം. അതായത് നിങ്ങൾക്ക് സ്കൂൾ വിട്ടിട്ട് ഈ സമയം കിടക്കുന്നത് വരെ ഞാൻ എപ്പോഴൊക്കെ പഠിക്കും, ഏത് സമയം എങ്ങനെയൊക്കെ പഠിക്കും, അതിനിടയിൽ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാതെ ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് 1 ഗണ്ട ക്ലാസ്സുകൾ. 1 ഗണ്ട ലൈവ് സെഷൻസ് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്കൂൾ ഏത് ചാപ്റ്ററാണോ പോകുന്നത് അതിൻ്റെയൊക്കെ ലൈവുകൾ യൂട്യൂബ് ക്ലാസ്സിലായാലും അല്ലെങ്കിൽ ആപ്പിലായാലും നമുക്ക് അവൈലബിൾ ആണ്. ആപ്പിലാണെങ്കിൽ ഡീറ്റെയിൽഡ് വീഡിയോസ് ഉണ്ട്, വീഡിയോ ക്ലാസ്സുകളുണ്ട്, കൂടെ മെൻറ്റർ സപ്പോർട്ട് ഉണ്ട്, എവറിത്തിങ്. എക്സാമിനേഷൻ വരെ കഴിഞ്ഞിട്ടുണ്ട്, എക്സാമിനേഷൻ വരെ കണക്ട് ചെയ്യുന്നു, കഴിഞ്ഞ ചാപ്റ്റേഴ്സ് ഉണ്ട്, ഇനിയും എക്സാമിനേഷൻസ് വരാനുണ്ട്, നോട്ട്സ് ഉണ്ട്, ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാം കിട്ടും, സ്ലൈഡുകളൊക്കെ ഇങ്ങനെ ചൂടപ്പം പോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ആപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 14 ദിവസം ഫ്രീ ട്രയൽ ഉണ്ട്. നമുക്കറിയാം, അതിന് നമ്പർ അറിയില്ലേ, 9207100600. ഈ നമ്പർ ഒന്ന് വിളിച്ചാൽ മതി, വേറെ കാര്യം. ഓക്കെ, അപ്പോൾ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, യൂട്യൂബ് ക്ലാസ്സിൽ ഒരിക്കലും മിസ് ചെയ്യരുത്, നല്ല റിവിഷൻ ക്ലാസ്സുകളാണ്. അതിലും കണ്ടന്റ് വലിയ മോശം ഒരിക്കലും വരുത്തില്ല ഞങ്ങൾ. എന്തായാലും വേഗം ഡെലിവർ ചെയ്യുന്ന കോണ്ടന്റുകളെല്ലാം തന്നെ സൂപ്പറാണ്, കിടിലനാണ്. അത് മാത്രം മതി നിങ്ങൾക്ക് സക്സസ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം മിസ് ചെയ്യാൻ പാടില്ല ഈ ഓപ്പർച്യൂണിറ്റീസ്. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കേണ്ട കാര്യം, SLC ആണെന്നുള്ള ബോധ്യം വേണം. തുടക്കത്തിലെ ആവേശം കെടാതെ സൂക്ഷിക്കണം, എന്നാലേ നമുക്ക് അൾട്ടിമേറ്റ് സക്സസ് ഉണ്ടാവുള്ളൂ. Wish you all the best. ഫസിൽ സാർ പോകുന്നു. ഇനിയും കാണാം. താങ്ക് യു, ബൈ, സീ യു.